വെടിനിർത്തലും സമാധാനവുമൊക്കെ കടലാസിലും വെറും വാചക കസർത്തുകളിലും മാത്രം ഒതുങ്ങുകയാണ് എന്ന് തെളിയിക്കുകയാണ് ഇസ്രായേൽ. ഗാസയിലെ നിരപരാധികളായ ജനതയ്ക്ക് സമാധാനം ഒരു നിമിഷത്തേക്ക് പോലും ആഗ്രഹിക്കാൻ കഴിയാത്ത വെറും മിഥ്യയായി മാറുകയാണ് ആഘോഷപൂർവ്വം നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ. ഒക്ടോബർ 10-നാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രഖ്യാപനവും അത് സംബന്ധിച്ച കരാറുമൊക്കെ നിലവിൽ വന്നത്. സമാധാനം തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഗാസയിലെ ജനങ്ങൾ. എന്നാൽ സമാധാനം എന്നത് വെറും പ്രഹേളികയായി മാറിക്കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. വെടിനിർത്തലിന് ശേഷവും ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണെന്നതാണ് വാസ്തവം. ഇത് സത്യമാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് BBC നടത്തിയ ഒരു അന്വേഷണം വെളിപ്പെടുത്തുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളും ചേഞ്ച് ഡിറ്റക്ഷൻ ആൽഗോരിതങ്ങളും അടിസ്ഥാനമാക്കി നടത്തിയ പഠനത്തിൽ വെളിവായിരിക്കുന്നത്, വെടിനിർത്തൽ നിലവിൽ ഇരിക്കുമ്പോൾ തന്നെ ഏകദേശം 1500 കെട്ടിടങ്ങൾ നിലംപൊത്തിക്കഴിഞ്ഞു. ചില പ്രദേശങ്ങളിലെ ദൃശ്യങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ യഥാർത്ഥ നാശനഷ്ടം ഇതിലും കൂടുതലായിരിക്കണമെന്നാണ് അനുമാനിക്കേണ്ടത്. ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ അവലോകനം ചെയ്താൽ വീടുകൾ നിന്നിരുന്ന പ്രദേശങ്ങൾ വെറും ചാരക്കൂമ്പാരങ്ങളായി മാറിക്കഴിഞ്ഞു എന്നതാണ് അവസ്ഥ. എന്നാൽ വെടിനിർത്തൽ ലംഘനം ഉണ്ടായിട്ടേയില്ല എന്ന് ഇസ്രായേൽ അടിവരയിട്ട് പറയുന്നു. ആ രാജ്യത്തിന്റെ മുൻ ദേശീയ സുരക്ഷാ മേധാവിയായ ഇരാൻ ഷെമീറിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ തിരിച്ചറിയാം എത്രമാത്രം തന്ത്രപരമായാണ് ഇസ്രായേൽ തങ്ങളുടെ തേരോട്ടം തുടരുന്നതെന്ന്. ഷെമീറിന്റെ അഭിപ്രായത്തിൽ ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാറിൽ പരാമർശിക്കാത്ത മഞ്ഞരേഖയ്ക്കപ്പുറം നടന്നതാണ് എന്നാണെന്നും അതിനാൽ തന്നെ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമല്ല അതെന്നുമാണ്. പക്ഷേ വെടിനിർത്തൽ കരാർ പ്രകാരം വിമാനാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക പ്രവർത്തനങ്ങളും ഉടൻ നിർത്തണം എന്നാണ് വ്യവസ്ഥ. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഈജിപ്ത്, ഖത്തർ, ടർക്കി എന്നിവയുടെ പിന്തുണയോടെ ഒപ്പുവെച്ച കരാറാണിത്. വാസ്തവത്തിൽ കരാർ ലംഘനമല്ലാതെ എന്താണ് ഇസ്രായേൽ നടപ്പാക്കുന്നത്? കരാർ അനുസൃതമായി തങ്ങൾക്കൊരു കടമയുണ്ടെന്നും അത് ഭീകരതയെ സഹായിക്കുന്ന തുരങ്കങ്ങൾ പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കലാണെന്നുമാണ് ഇസ്രായേലിന്റെ വാദം. അത് മാത്രമാണ് തങ്ങൾ ഇപ്പോൾ നടപ്പാക്കി വരുന്നതെന്നും ഇസ്രായേൽ വാദിക്കുന്നു. എന്ത് തന്നെയായാലും ഗാസയിലെ ജനങ്ങൾക്ക് വെടിനിർത്തൽ എന്നത് വെറും മിഥ്യയായ ഒരു വാഗ്ദാനം മാത്രമായി അവശേഷിക്കുകയാണ്. അതിൽ വലിയ മാറ്റമൊന്നും അടുത്ത കാലത്തെങ്ങും ഉണ്ടാവാനുമിടയില്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്.